ഡോക്ടർ ഗൗരി, ഡയറക്ടർ പെത്തോളജിസ്റ്റ് ഡെയിൻ ഡയഗ്നോസ്റ്റിക്സ് പാലക്കാട്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തു, എന്താണ് പെത്തോളജിസ്റ്റിൻ്റെ റോൾ എന്താണ് ലബോറട്ടറിയിൽ എന്ന്. അതേമാതിരി ഇന്ന് പറയാൻ പോണ് എന്താണ് മൈക്രോബയോളജിസ്റ്റ്, അവർക്ക് എന്താണ് ജോലി എന്നുള്ളത്. മൈക്രോബയോളജിസ്റ്റ് എന്നുള്ളത് നിങ്ങൾ കുറേ ആൾക്കാർ കേട്ടിട്ടുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ കൊറോണ ടെസ്റ്റ് ചെയ്യണത് ഒരു മോളിക്കുലാർ ലാബിലാണ്. മോളിക്കുലാർ ലാബ് മൈക്രോബയോളജിസ്റ്റിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ മോളിക്കുലാർ ലാബ് എവിടെയുണ്ടോ അവിടെ മൈക്രോബയോളജിസ്റ്റ് ഉണ്ടാവണം. അല്ലെങ്കിൽ തന്നെ കൾച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, യൂറിൻ കൾച്ചർ, ബ്ലഡ് കൾച്ചർ, സ്വാബ്, പസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൾച്ചറുകളുണ്ട്. കൾച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, രോഗാണു ഏതാണ് എന്നറിയാം. പെത്തോളജിസ്റ്റ് ആണെങ്കിൽ എന്താണ് രോഗം എന്നറിയാനും ഇത് രോഗാണു ഏതാണെന്ന് അറിയാനുള്ള അതാണ് മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. അത് ആധികാരികമായിട്ട് ഇന്ന രോഗമാണ് അല്ലെങ്കിൽ ഇന്ന രോഗാണു ആണ് അത് പരത്തണമെന്നുണ്ടെങ്കിൽ അവരാണ് മൈക്രോബയോളജിസ്റ്റ്. ഒരു കൾച്ചർ ചെയ്യുക, അല്ലെങ്കിൽ മോളിക്കുലാറിലെ കൊറോണ ടെസ്റ്റ് ചെയ്യുക, TB കണ്ടുപിടിക്കുക, അതിനൊക്കെ മൈക്രോബയോളജിസ്റ്റ് അത്യന്താപേക്ഷിതമാണ്. അവരാണ് ആധികാരികമായിട്ട് പറയുക, നിങ്ങൾക്ക് യൂറിനിൽ ഇന്ന രോഗാണു കൊണ്ടാണ് നിങ്ങൾക്ക് യൂറിനിൽ പഴുപ്പ് വന്നത്, ഇന്ന രോഗാണു കൊണ്ടാണ് ബ്ലഡിൽ ഗ്രോത്ത് ഉണ്ടായത് എന്ന് ആധികാരികമായിട്ട് പറയുന്ന ആൾക്കാരാണ് മൈക്രോബയോളജിസ്റ്റ്. മൈക്രോബയോളജിസ്റ്റിൻ്റെ റോള് ഭയങ്കര വലുതാണ് ലബോറട്ടറിയിൽ. അവർ ആധികാരികമായിട്ട് രോഗാണുവിനെ കണ്ടുപിടിച്ച് തരും. എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. താങ്ക് യു.